കുപ്രസിദ്ധ കുഴൽപ്പണ കവർച്ചാ സംഘത്തലവൻ കോടാലി ശ്രീധരനും മകൻ അരുണും കൊരട്ടിയിൽ പോലീസ് പിടിയിലായി. പോലീസിനു നേരെ തോക്ക് ചൂണ്ടി ഇരുവരും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. 36 കേസുകളിൽ പ്രതിയായ ശ്രീധരൻ കർണാടക പോലീസിന്റെ പിടികിട്ടാപ്പുള്ളിയാണ്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കുഴൽപ്പണ കവർച്ചാ കേസുകളിൽ പ്രതിയാണ്. കോടാലി ശ്രീധരൻ സഞ്ചരിക്കുന്ന വാഹനങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചതോടെ പോലീസ് സംഘം കാർ വളയുകയായിരുന്നു. പോലീസിനു നേരെ തോക്ക് ചൂണ്ടിയ ശ്രീധരനെയും മകനെയും കാറിന്റെ ഗ്ലാസ് തകർത്ത് പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നുവെന്ന് തൃശൂർ റേഞ്ച് DIG അജിത ബീഗം, റൂറൽ SP നവനീത് ശർമ്മ എന്നിവർ പറഞ്ഞു. കുഴൽപ്പണ സംഘങ്ങളെ ഹൈവേയിൽ കവർച്ച ചെയ്യുന്നതാണ് ശ്രീധരന്റെ രീതി. 40 കോടിയിലേറെ രൂപ ശ്രീധരനും സംഘങ്ങളും തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. കുഴൽപ്പണ സംഘത്തിനുള്ളിൽ നുഴഞ്ഞുകയറുന്ന ശ്രീധരന്റെ സംഘാംഗങ്ങൾ ഒറ്റുകാർക്ക് 40% തുക ഓഫർ ചെയ്യും. പണം വരുന്ന വഴി തിരിച്ചറിഞ്ഞതോടെ പോലീസ് വേഷത്തിലെത്തിയാണ് കവർച്ച നടത്തിയിരുന്നത്. ഇന്റർനെറ്റ് വഴിയായിരുന്നു ആശയവിനിമയമെന്ന് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായിരുന്നു. കർണാടക പോലീസ് കേരളത്തിൽ പലതവണ എത്തിയിരുന്നുവെങ്കിലും ശ്രീധരനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. എല്ലാവർക്കും അറിയാം, 47ഓളം കേസുകൾ കേരളത്തിനകത്ത് ഉണ്ട്. അതിനകത്ത് ഇപ്പൊ ലൈവായിട്ട് 5 LP വാറന്റുകളുണ്ട് ഇയാളുടെ പേരിൽ. സോ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ഈ 3 ജില്ലകളിലും, അതായത് തൃശ്ശൂർ സിറ്റി, റൂറൽ, അങ്ങനെ 4 ജില്ലകളിലും ആളുടെ പേരിൽ LP വാറന്റ് നിലവിലുണ്ട്. ഇത് കൂടാതെ പുള്ളി കർണാടകയിൽ കേസുകളുണ്ട്, തമിഴ്നാട്ടിൽ കേസുകളുണ്ട്. സോ കേരള പോലീസ് അല്ലാതെ ഇപ്പൊ കർണാടക പോലീസും തമിഴ്നാട് പോലീസും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുള്ളിയാണ്, ഒരു പിടികിട്ട പുള്ളി തന്നെയാണ്. സോ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ടീം നല്ല രീതിയിൽ ഒരു എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ ഒരു ഡിറ്റക്ഷൻ നടത്തിയിട്ടുണ്ട്.